നമസ്കാരം. ഗസയിൽ ആക്രമണം അവസാനിപ്പിക്കാതെ ഇസ്രായേൽ ഇപ്പോഴും അത് മുന്നോട്ട് തന്നെ കൊണ്ടുപോവുകയാണ്. ബുധനാഴ്ച നടത്തിയ ബോംബാക്രമണത്തിൽ 33 പേരാണ് കൊല്ലപ്പെട്ടത്. ഫലസ്തീൻ പത്രപ്രവർത്തകയായ ഇമാൻ ശാന്തിയും ഭർത്താവും അവരുടെ 3 മക്കളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ഗസ സിറ്റിയിലെ ഷെയ്ഖ് റദ്വാൻ പരിസരത്തുള്ള കെട്ടിടത്തിന് നേരെ നടന്ന ആക്രമണത്തിലാണ് ഇമാൻ ശാന്തിയും കുടുംബവും കൊല്ലപ്പെട്ടത്. പ്രാദേശികമായി പ്രവർത്തിക്കുന്ന അൽ അക്സ റോഡ് റേഡിയോയിലാണ് 38-കാരനായ ഇമാൻ ജോലി ചെയ്തിരുന്നത്. സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിലും ഇമാനെ നാട്ടുകാർക്ക് അറിയാം. ഇനിയും നമ്മൾ ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ടോ എന്ന് തന്റെ മരണത്തിന് ഏകദേശം 3 മണിക്കൂറുകൾക്ക് മുൻപ് ഇമാൻ ശാന്തി എഴുതിയ കുറിപ്പായിരുന്നു ഇപ്പോൾ എല്ലാവരുടെയും നെഞ്ചുകലക്കുന്ന വേദനയിൽ തന്നെ കടന്നുപോകുന്നത്. ഗസയിലെ സ്ഥിതിഗതികളെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന നിരവധി ഫലസ്തീൻ പത്രപ്രവർത്തകരെയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകരെ കൊലപ്പെടുത്തിയും മാരകമായി മുറിവേൽപ്പിച്ചും മേഖലയിലെ യാഥാർത്ഥ്യം മറച്ചുവെക്കുകയാണ് ഇസ്രായേൽ എന്ന് പറയുന്നു. ഇമാൻ ശാന്തിയുടെ വിയോഗത്തിൽ തന്നെ ഫലസ്തീൻ ജേർണലിസ്റ്റ് ഫോറം അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2023 ഒക്ടോബർ 7 മുതൽ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ എണ്ണം 193 ഉയർന്നുവെന്ന് ഫോറം ചൂണ്ടിക്കാട്ടി. അതേസമയം ഇതുവരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 44,805 മാറി. 1,06,257 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഒടുവിൽ ഹമാസ് തീവ്രവാദ സംഘടനയും ഹിസ്ബുള്ളയുടെ വഴിയിലേക്ക് എത്തുന്നുണ്ട്. ഖത്തറും ഈജിപ്തും മധ്യസ്ഥമരായി തന്നെ നടത്തുന്ന വെടിനിർത്തൽ നിർദ്ദേശങ്ങളോട് ഇപ്പോൾ അനുകൂല നിലപാടാണ് ഹമാസ് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് അന്തർദേശീയ മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രമുഖ നേതാക്കളെയെല്ലാം തന്നെ കൊല്ലപ്പെടുകയും എല്ലാ സഹായങ്ങളും നൽകിയിരുന്ന ഇറാന് കഷ്ടകാലം വരികയും ചെയ്തതോടെ ഹമാസിന് ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേൽ മുന്നോട്ട് വെച്ച് പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം ഹമാസ് അംഗീകരിച്ചു എന്നാണ് വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് പറയുന്നത്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെടിനിർത്തൽ കരാർ നിലവിൽ വന്നാലും ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ സാന്നിധ്യം തുടരും എന്നതാണ്. ഈജിപ്ത് ഗാസ അതിർത്തിയിലുള്ള ഫിലാഡൽഫി ഇടനാഴിയിലും മധ്യ ഗാസയിലുള്ള നത്സരീം ഇടനാഴിയിലുമായിരിക്കും ഇസ്രായേൽ സൈന്യം തുടരുക. വെടിനിർത്തലിനെ തുടർന്ന് ഹമാസ് ഭീകർ വീണ്ടും ശക്തി പ്രാപിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഇസ്രായേൽ ഈ കർശന നിലപാട് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് കരുതപ്പെടുന്നത്. ഈജിപ്ത് ഗാസ അതിർത്തിയിലുള്ള റഫായിൽ നിന്ന് ഹമാസ് പിൻവാങ്ങണമെന്ന ഇസ്രായേലിന്റെ ആവശ്യവും അംഗീകരിച്ചിട്ടുണ്ട്. കൂടാതെ തങ്ങളുടെ കൈവശമുള്ള ബന്ദികളുടെ പട്ടികയും ഹമാസ് ഈജിപ്ത് പ്രതിനിധികൾക്ക് കൈമാറിയിട്ടുണ്ട്. എന്നാൽ ഈ പട്ടികയുടെ വിശദാംശങ്ങൾ ഇനിയും പുറത്തുവിട്ടിട്ടില്ല. പട്ടികയിൽ ഹമാസ് തടവിൽ കഴിയുന്ന അമേരിക്കൻ പൗരന്മാരുടെ പേരുകളും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ബന്ദികളെ ഹമാസ് വിട്ടയച്ചതിനു ശേഷം മാത്രമേ വെടിനിർത്തൽ കരാറിന് പ്രാബല്യം ഉണ്ടാകൂ എന്നതാണ് ഇസ്രായേലിന്റെ നിലപാട്. കൂടാതെ ഹമാസ് ആദ്യം വൃദ്ധരായവരെയും സ്ത്രീകളെയും കുട്ടികളെയും രോഗികളെയും വിട്ടയക്കണം. ഇതിനു പകരം ഇസ്രായേലിന്റെ പക്കലുള്ള ഹമാസ് പ്രവർത്തകരെ വിട്ടയക്കാം എന്നാണ് ഇസ്രായേൽ പറയുന്നത്. എന്നാൽ എത്ര ഹമാസ് പ്രവർത്തകരെ വിട്ടയക്കുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടില്ല. ബന്ദികളെ വിട്ടയക്കുന്ന മുറയ്ക്ക് തന്നെ ഗാസയിലെ ജനങ്ങൾക്ക് നൽകുന്ന സഹായത്തിന്റെ തോത് വർദ്ധിപ്പിക്കുമെന്നും ഇസ്രായേൽ ഉറപ്പു നൽകിയിട്ടുണ്ട്.